ബൽറാം, നമ്മൾ ഇന്നലെ കണ്ടത് ഒരു മര്യാദയും ഇല്ലാത്ത സകല നിയമങ്ങളും ലംഘിക്കുന്ന പാകിസ്ഥാന്റെ ഈ മേഖലകളിലേക്കുള്ള ഷെല്ലാക്രമണമാണ്. അത് ഇന്ന് അതിനൊരു അറുതിയുണ്ടോ? ബൽറാം, അതിർത്തി അവസ്ഥ എങ്ങനെയാണ്? ഹാഷ്മി, ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ സ്ഥിതി വളരെ മോശമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ രാത്രി 4 ഇടങ്ങളിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിർത്തിയിലെ അതിസാധാരണക്കാരായ കൃഷി ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ വീടുകളാണ് പാകിസ്ഥാൻ ഷെല്ലുകൾ ഉപയോഗിച്ച് കത്തിച്ച് ചാമ്പലാക്കി മാറ്റുന്നത്. അവർക്കാണ് പരിക്കേൽപ്പിക്കുന്നത്. അവരുടെ മിണ്ടാപ്രാണികളെയാണ് ചുട്ടുകൊല്ലുന്നത്. ഇത്തരത്തിൽ പാക് സൈന്യത്തിന്റെ ഈ ഭീരുത്വം, ക്രൂരത അത് തുടരുകയാണ്. പ്രധാനമായും കുപ്വാര, ബാരാമുള്ള, ഉറി, അക്നൂർ എന്നീ 4 സെക്ടറുകളിലാണ് പാകിസ്ഥാൻ ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ എന്ത് ക്രൂരതയാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളോട് ചെയ്തിരിക്കുന്നത്. അവരുടെ നാട്ടിൽ തമ്പടിച്ചിരിക്കുന്ന ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ അവരെ മാത്രം ലക്ഷ്യം വിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പകരം പക വീട്ടുകയത് ഇന്ത്യയിലെ സാധാരണക്കാരായ വീടുകളുടെ മുകളിൽ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടാണ്. ആ ഒരു കാഴ്ച ഇന്നും ആവർത്തിക്കുകയാണ്. ബാരാമുള്ളയിലും ഉറിയിലും അക്നൂറിലും ഒപ്പം തന്നെ കുപ്വാരയിലും പാക് സൈന്യം ഇന്ത്യൻ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. അതേസമയം ഇന്നലെ 8 ഇടങ്ങളിലായിരുന്നു ആക്രമണമുണ്ടായത്. വലിയ തോതിൽ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായ പൂഞ്ച് മേഖലയിൽ അവിടെയാണ് 15 സാധാരണക്കാരായ മനുഷ്യർ, അതിൽ 2 പെൺകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്, മരിച്ചത്. ഒപ്പം തന്നെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ. കൂടാതെ 46 പേരാണ് പൂഞ്ചിൽ മാത്രം പരിക്കേറ്റ് ആശുപത്രിയിലായത്. ഇതുകൂടാതെ നിരവധി വീടുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നു പോയിരിക്കുന്നു, ചുട്ടുകരിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ ഷെല്ലുകൾ. കൂടാതെ മിണ്ടാപ്രാണികൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഈ മേഖലയിലെല്ലാം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതിന് ഇന്ത്യ തക്കതായ തിരിച്ചടി നൽകുകയായിരുന്നു പൂഞ്ചിൽ. പാകിസ്ഥാന്റെ സൈനിക താവളത്തിന് അല്ലെങ്കിൽ സൈനിക പോസ്റ്റിന് നേരെയാണ് ഇന്ത്യ ഇതിന് പ്രത്യാക്രമണമായി വെടിയുതിർത്തത്. അത് ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്രമണം പാകിസ്ഥാൻ തുടർന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത്. തുടർന്ന് പാകിസ്ഥാൻ താൽക്കാലികമായി പിന്മാറി. ഇന്ന് പൂഞ്ചിൽ ശാന്തമാണ് സ്ഥിതിഗതികൾ, സാധാരണ നിലയിലാണ്. പുതിയ ഷെല്ലാക്രമണങ്ങളോ അല്ലെങ്കിൽ വെടിവെപ്പോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ന് പൂഞ്ച് മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ മറിച്ച് ഈ മറ്റ് 4 മേഖലകളിലാണ് കാര്യമായ ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പാകിസ്ഥാന്റെ ഈ ഷെല്ലാക്രമണങ്ങളിൽ. അത് കുപ്വാരയിലും ഉറിയിലും ബാരമുള്ളയിലും കഴിഞ്ഞ 2 ദിവസവും ഇന്നലെയും ഇന്നും ഷെല്ലാക്രമണം ഉണ്ടായി എന്നുള്ളതാണ് സാഹചര്യം. ഇതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ തയ്യാറാണ് ഇന്ത്യൻ സൈന്യം. ഈ ആക്രമണമുണ്ടായ മേഖലകളിലെല്ലാം തന്നെ ജനങ്ങളെ ഇന്നലെ 7 മണിക്ക് മുമ്പായി തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിൽ ആക്രമിക്കാൻ സാധ്യതയുള്ള അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിലെ ആളുകളെയും ഇന്ത്യൻ സൈന്യം സുരക്ഷിതമായ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ ഈ ആളുകളുടെ ബന്ധുക്കളോ മറ്റോ ഉള്ള അതിർത്തിയോട് വിട്ടുള്ള പ്രദേശങ്ങളിലെ ഉള്ള വീടുകളിലേക്കോ മാറ്റിയിരുന്നു. അതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. തുടർന്ന് BSFനെയും CRPFനെയും കൂടുതലായി ഈ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. രാത്രി കൃത്യമായി തന്നെ പട്രോളിംഗ് ഉണ്ട്. കൂടാതെ 7 മണിക്ക് ശേഷം ലൈറ്റ് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തെ ചെറുക്കാനുള്ള എല്ലാ നടപടികളും ഈ അതിർത്തി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ ഉള്ള ഇത്തരത്തിലുള്ള പ്രതികരണം. ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വലിയ ആഘാതം പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ ഉണ്ടാക്കിയപ്പോൾ അതിന് സൈന്യത്തോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിനുള്ള ഭീരുത്വം, അത് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളെ, അതിർത്തിയിൽ താമസിക്കുന്ന കർഷകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തി അവരുടെ മരണസംഖ്യ ഉയർത്തി കാണിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ നിരായുധരായ സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യർക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത് എന്ന് സൈന്യം കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഉചിതമായ പ്രതികരണം നൽകാൻ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും സൈന്യത്തെ, ഈ അതിർത്തിയിൽ വിന്യസിച്ച സൈനിക യൂണിറ്റുകൾക്ക് സൈനിക നേതൃത്വം നൽകിയിട്ടുണ്ട്. ഉചിതമായ സമയത്ത് കൃത്യമായ തിരിച്ചടി തന്നെ നൽകും എന്ന് സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാഷ്മി, ബാരാമുള്ളയിൽ നിന്നും ബൽറാം നെടുങ്കടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.